എന്റെ പൊന്നു ഇത് എന്താണ് ഈ കാണുന്നത്? ഇത് നോക്കിയേ, വെറും 13 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി സ്വന്തം മുത്തച്ഛനെ കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്തി. കൊട്ടേഷൻ ചെയ്യാൻ വന്നത് ആരൊക്കെയാണ്? 13 വയസ്സായ പെൺകുട്ടിയുടെ വിശ്വസ്തനായിട്ടുള്ള വലിയ കാമുകന്റെ ചൂട് പിടിച്ചോണ്ട് കാമുകന്റെ സുഹൃത്തുക്കളും വന്നിട്ട് നൈസായിട്ട് വീടിന്റെ ഉള്ളിൽ കയറിയിട്ട് നൈസായിട്ട് തട്ടിക്കളഞ്ഞു. അത് തട്ടിക്കളഞ്ഞിട്ട് മുത്തച്ഛൻ മരിച്ചു കിടന്നിട്ട് കാലത്ത് തന്നെ കൊച്ചുമോള് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പൊ ആ ഒരു കാര്യം പോലീസുകാരോട് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞപ്പോഴാണ് ഒന്ന് വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്തപ്പോഴുള്ള കള്ളി പുറത്തേക്ക് വന്നത്. എന്താ പറയാ, വെറും 13 വയസ്സ് പ്രായം. ഇവരൊക്കെ എന്താ പറയാ, 18 വയസ്സ് കഴിഞ്ഞാൽ വേറൊരു നിയമം, 18 വയസ്സിന്റെ ഉള്ളിൽ വേറൊരു നിയമം. ഇവരൊക്കെ ജുവനൽ ഹോമിൽ പോയി കുറെ നാളൊക്കെ അവിടെ സൂക്ഷിച്ച് ജീവിച്ച് ഇവർക്ക് ചെറിയ ശിക്ഷയും കഴിഞ്ഞ് ഇവര് പുറത്തിറങ്ങും. ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കുള്ള ഒരു അവസ്ഥ? ഇവര് ഇതിലും വലിയ കുറ്റങ്ങളല്ല ചെയ്യാനായിട്ട് നിൽക്കുള്ളൂ. ശരിക്കും പറയണെങ്കിൽ വലിയ ക്രൂരമായിട്ടുള്ള കുറ്റം ചെയ്ത ആൾക്കാർക്ക് സാധാരണ എല്ലാവർക്കും ഒറ്റ നിയമവും ഒറ്റ നടപടിയും ഒറ്റ ശിക്ഷകൾ കൊടുക്കണം. അല്ലാണ്ട് 18 വയസ്സിന് താഴെ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം. കാരണം ഇപ്പൊ പിള്ളേർ മൈൻഡേ വേറെ. എനിക്ക് തോന്നുന്നു വലിയ വലിയ ആൾക്കാർക്ക് ഇല്ല ഈ ബുദ്ധിയൊന്നും. എങ്ങനെ ഒരാളെ നൈസായിട്ട് തട്ടാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ചെറുപ്പക്കാരോടൊക്കെ ചോദിക്കേണ്ടി വരും. ആ അവസ്ഥയെ നമുക്ക് ഈ വാർത്ത കാണുമ്പോൾ വെറും 13 വയസ്സ്, അതും കാമുകനും കൊലപാതകമൊക്കെ. ആലോചിച്ച് നോക്കുക, ആലോചിക്കാൻ വയ്യ സത്യം പറഞ്ഞെങ്കിൽ. ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം. നമ്മളും ഒരു ബാല്യവും കൗമാരവും ഒക്കെ കഴിഞ്ഞാണ് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. നമ്മൾ ഇതൊന്നും പണ്ട് കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഓരോന്നോരോന്ന് കേട്ടോണ്ടിരിക്കുന്നത് വയ്യ, കാണാൻ വയ്യ. എന്താ പറയാ.